Redmi 10a Sport എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi 10a Sport എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ ആയി നോക്കുകയാണെങ്കിൽ Redmi 10a Sportൽ 6.53 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ TFT IPS ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ലഭിക്കുന്നുണ്ട്. റിഫ്രഷ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വരുന്നുള്ളൂ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ചില ഫോണുകളിൽ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നുണ്ട്. ഇനി ഫുൾ HD റെസൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിലും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമേ ഈ ഒരു ഫോണിൽ വരുന്നുള്ളൂ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G31 എന്ന ഫോൺ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ AMOLED ഡിസ്പ്ലേ ആണ് ആ ഫോണിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതിന് മാത്രം വെച്ചൊരു ക്യാമറ സെറ്റപ്പും ഈ ഫോണിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ചില ഫോണുകളിൽ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ അതൊന്നും വരുന്നില്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഇതിൽ വരുന്നത്. ബോക്സിൽ തന്നെ 10 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ mediatekൻ്റെ helio G25 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൽ 6 GB റാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ 6 GB റാമും 128 GB ഇൻറ്റേർണലും വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റാം എന്നുള്ള ഫീച്ചറിനേക്കാളൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സറാണ്. റാമും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ പ്രോസസ്സറാണ്. ഈ ഒരു ഫോണിൽ അതിന് മാത്രം മികച്ചൊരു പ്രോസസ്സർ കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രോസസ്സറിൻ്റെ കൂടെ 6 GB റാമിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിലും നല്ലത് ഇതിനേക്കാൾ നല്ലൊരു പ്രോസസ്സറിൻ്റെ കൂടെ 4 GB റാം കൊടുക്കുന്നതാണ്. എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളുടെ 4 GB റാം വെർഷൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിൽ mediatekൻ്റെ helio G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. ആ പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളുടെ 4 GB റാം വെർഷൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G31 എന്ന ഫോണിൽ mediatekൻ്റെ helio G85 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. അതിൽ 4 GB റാമാണ് വരുന്നത്. പെർഫോമൻസിന് ഈ ഒരു ഫോണിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആ ഒരു ഫോണായിരിക്കും. പിന്നെ റാമും ഇൻറ്റേർണലും കൂടുമ്പോഴുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ബാക്കി ഫീച്ചേഴ്സ് അതിനനുസരിച്ചിട്ട് ബെറ്റർ ആയിക്കൊള്ളണം എന്നില്ല. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമേ ഈ ഫോണിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പും ബേസിക് ആണ്. അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പും ബേസിക് ആണ്. ആകെ കൂടിയിട്ടുള്ളത് റാമും ഇൻറ്റേർണലും മാത്രമാണ്. അതുപോലെ തന്നെ പ്രോസസ്സറും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ്. പിന്നെ ഈ ഫോണിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 512 GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ റാം ബൂസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള MIUI 12.5 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ അവർക്ക് ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെ കൊടുക്കായിരുന്നു. എന്തായാലും അത് ഇവിടെ വരുന്നില്ല. പിന്നെ വിലയുടെ കാര്യം നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു. ഈ ഫോണിൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. ആമസോൺ വഴിയും അതുപോലെ തന്നെ mi.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്.
എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിൽ അതിന് മാത്രം മികച്ച ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. 6GB റാമും 128GB ഇന്റേണലും വരുന്നുണ്ട്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ്. ഇനി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ മോട്ടോ G31 എന്ന ഫോൺ ലഭിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷനും അമോലെഡ് ഡിസ്പ്ലേയും പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 4GB റാമേ വരുന്നു എന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ലഭിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്ക് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അതിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിലയും കുറവാണ്. പിന്നെ ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം 128GB ഇന്റേണൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഫോണിൽ വരുന്നില്ല. അത് ഒരു ഡീൽ ബ്രേക്കർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം പല ഫീച്ചേഴ്സും ആ ഒരു ഫോണിൽ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിലയും കുറച്ചൊന്ന് കുറവാണ്. പിന്നെ Redmi 10a എന്ന ഫോൺ എടുക്കരുത് എന്നല്ല. Redmi 10യുടെ 3GB റാം വെർഷൻ വരുന്നുണ്ട്. 8,300 രൂപ പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ നോക്കാവുന്നതാണ്. മാക്സിമം 4GB റാം വെർഷൻ എടുക്കാം. അല്ലാതെ 6GB റാമുമായിട്ട് വരുന്ന Redmi 10a സ്പോട്ട് എന്ന ഫോൺ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള വേറെ ഫോണുകൾ വരുന്നുണ്ട്. ഇനി റെഡ്മിയുടെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Redmi 10 എന്ന ഫോൺ വരുന്നുണ്ട്. അതിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 4GB റാമേ വരുന്നുള്ളൂ, എന്നാലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 6000 mAhന്റെ ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറൊക്കെ ആ ഒരു ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെഡ്മിയുടെ തന്നെ ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഉണ്ട്. എന്തായാലും Redmi 10a സ്പോട്ട് എന്ന ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഈ ഒരു ഫോൺ. എന്തായാലും Redmi 10a സ്പോട്ട് എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.